സോ ഗൈസ് നമ്മൾ ഡൽഹി എത്തിയില്ലേ മാമ? ഡൽഹി ഷഹീൻ ഭായ്. നമ്മളങ്ങനെ ഡൽഹിയിൽ എത്തി ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാവരും അറൈവ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഉറക്കപ്പിച്ചിലാണ്. സോ ഹലോ ഗൈസ്, ഫൈനലി വി റീച്ച് ഡൽഹിയിലെത്തി. തങ്ക മാത്രം ഓട് വൺ ഔട്ട്. സോ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. Go up. So step കയറാം. ചടുക്കോ പുടുക്കോ. എങ്ങനെയുണ്ടാ ഡൽഹി വന്നിട്ട്? രാവിലെ തന്നെ നല്ല മൂഡില്ല. അതെ, എങ്ങനെയുണ്ട് മാമ ഡൽഹി വന്നിട്ട്? നല്ല സുഖമായിട്ട് ഉറങ്ങി, ഒരു പ്രശ്നമില്ല. ഓക്കെ ഗൈസ്, സോ നമ്മളും അതേപോലെ ഈ പറഞ്ഞ പോലെ രണ്ടു ദിവസമായിട്ട് കുളിക്കാതെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ പെട്ടിയും ചട്ടിയും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്. ലാസ്റ്റില് സോ നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് പറഞ്ഞ പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലാസ്റ്റിലേക്ക് പോകണം. എടാ എൻ്റെ കുപ്പി ഇപ്പോൾ ചാടി പോവും. സോ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് പോയിട്ട് ലാസ്റ്റ് പോയി ഇറങ്ങണം. പക്ഷെ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ചെറിയൊരു സഫോക്കേഷൻ ഉണ്ട്. എന്താണെന്നറിയില്ല, ശ്വാസം എടുക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ട്. ശ്വാസം എടുക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ട്. മേ ബി അതായിരിക്കും ഡൽഹിയിൽ ഓക്സിജൻ്റെ അളവ് കുറവായതായിരിക്കും. കാരണം ഇത്ര നേരം എ സി ഇരുന്നിട്ടേ നല്ലൊരു ഇതിനകത്തിരുന്നിട്ട് സഫോക്കേഷൻ ഉണ്ട്, നല്ല രീതിയിൽ സഫോക്കേഷൻ ഉണ്ട്. എനിവേ ാവും തോന്നുന്നു. ഒരു എടാ വാ, നമുക്ക് ഇതിൽ പോവാം. നമുക്ക് എസ്കലേറ്ററിൽ ഈ അടുത്ത് ഇറങ്ങൽ തോന്നില്ല, നമുക്ക് സ്റ്റെപ്സിൽ പോവാം. നബീനമ്മക്കൊക്കെ ഒരേ ചുമക്കല്. പണ്ട് ചുമടെടുപ്പാന്ന് എനിക്ക് തോന്നി പുള്ളിക്കാരൻ. എന്താ ആരോഗ്യം, ഫൂഫ്, സമ്മതിക്കണം. ദേ അനന്തുബായൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ആളാകുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ മൈൻഡ് ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പ്രത്യേകം പറയുന്നു. ഓക്കെ ഗൈസ്, സോ നമ്മളിത് അങ്ങനെ അതും ഇറങ്ങി വന്നു. ഒരു സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് വരാണ്. അമ്മേ, കുറേ പേര് ഓട്ടോ വേണോ ചാട്ടോ വേണോ എന്നൊക്കെ പറഞ്ഞിട്ടിരിപ്പുണ്ട്. ഓട്ടോ വയ്യ, ഓട്ടോ വീട്ടോ ചാട്ടോ ആട്ടോ. റൈറ്റിൽ പോകാൻ പറയുന്നുണ്ട്. ഞാനെന്തേ അവിടെ എവിടെ ബസ് ഉണ്ട് എന്നാട്ടോ പറയണേ. ബസ് ഇവിടെ എവിടെ ബസ് ഉണ്ടെന്നാണ് അണ്ണൻ പറഞ്ഞത്. നോക്കാം. ഇതൊക്കെ ആദ്യമായിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ഓട്ടോറിക്ഷ കാണുന്നത്. ന്യൂഡൽഹി ഗൈസ്, ഇതാണ് സ്റ്റേഷൻ്റെ ഫ്രണ്ട്. കൊള്ളാട്ടോ, അടിപൊളി. ഇതാണ് നമ്മുടെ ബസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബസ്.
സോ നമ്മളത് തരാണ്. ദിസ് ഈസ് ബോയ്സ് ബസ്. ഇങ്ങനെ ഓടുന്നു. നമ്മളും കയറട്ടെ. വരുന്നു. ഹെൽപ്പ് ഹെൽപ്പ് ഹെൽപ്പ്. ഓക്കെ, അങ്ങനെ ബസ്സിൽ കയറി. ഇനി ഒന്ന് ഒക്യുപ്പൈഡ് ആയിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ബൈ. യെസ്. ഹലോ. സോ ഗൈസ്, നമ്മളങ്ങനെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ബസ്സിൽ കയറി എല്ലാവരും പിന്നെ ബാക്കി ബസ് കയറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇല്ലടാ, AC ഓണിലല്ല. AC ഓണിലല്ലേ? സോ AC യുടെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണോ, ഇതാണ് AC വെൻറ്റ്. ഈ കാണാം, ഇത് ലൈറ്റ്. ഇത് വർക്കാവില്ല, ഇതും വർക്കാവില്ല, ഇതും വർക്കാവില്ല. ആ സ്വിച്ചുകളൊന്നും വർക്കാവില്ല. എനിക്ക് തോന്നുന്നു വണ്ടി സ്റ്റാർട്ടായതിനു ശേഷം മാത്രമാണ് തോന്നുന്നു അതൊക്കെ വർക്കാവത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ റൂമിൽ ചെന്നിട്ടാവും. മാംമാരൊക്കെ അറൈവ്ഡ് ആയിട്ടുണ്ട്. മാമിന് ക്യാമറ കാണുമ്പോൾ പേടിയാ എന്ന് പറയാണ്. ദീപിക മാം കിളി പോയതുപോലെ കേട്ടോ. അങ്ങനെ അതുകൊണ്ടല്ല കേട്ടോ, രാവിലെ തന്നെ ഉറക്കത്തിന് വേണ്ടിയില്ല. പിന്നെ എല്ലാ ടെൻഷനും നമ്മുടെ ആനന്ദി മാമിൻ്റെ തലയിലായതുകൊണ്ട് ഷീസ് ടു മച്ച് ഹറി ബറി. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അറിവിടെ ആയിട്ടുണ്ട്. എല്ലാവരും കയറി കയറി തന്നെ. ടൈം എത്രയാടാ ജി? ടൈം 5:43 അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ഉണ്ട് ഇവിടെ ഡൽഹിയിൽ. നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇപ്പോൾ നേരം വെളുത്തുണ്ടാവില്ലേ. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞാൽ 5:05 കഴിഞ്ഞ് 5 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. സോ അപ്പോഴേ നല്ല വെട്ടമുണ്ട് ഇവിടെ. അങ്ങനെ സൈക്കിൾ റിക്ഷ. ഇതാണ് സൈക്കിൾ റിക്ഷ. സോ നമ്മൾ ഡൽഹിയുടെ തിരുവേദികളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ പറഞ്ഞത്. ഇനിയിപ്പോൾ എല്ലാ നമ്പർ പ്ലേറ്റും DL HR ഒക്കെ ആയിരുന്നു ഹരിയാന. അതിൻ്റെ ഇടയിൽ ഒരു ഈച്ച. ഡൽഹിയിലെ ഈച്ചനെ കണ്ടു ഗൈസ് നമ്മൾ. ഇതാണ് ഈച്ച, ഡൽഹിയിൽ ഈച്ച. വലിയ വലിയ കെട്ടിടങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വലിയ വലിയ കെട്ടിടം. എനിവേ സിറ്റി വൈസ് ഡൽഹി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഫസ്റ്റ് നായ്ക്കുട്ടി ഡൽഹിയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഡൽഹി സിറ്റി ഓണായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ റൈറ്റ് നൗ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. അങ്ങനെ നമ്മൾ ഇറങ്ങിയ ദീപിക മാമൊക്കെ ഉണ്ട്.
സോ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ കിട്ടാൻ കുറച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരും. സോ Sabi,